നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ മോളെ ശ്രീകുട്ടി മോളെ മോളെ എന്താ പറ്റിയ മോളെ മോളെന്താ ഒന്നും മിണ്ടാത്ത മോളെ മോളെ ശ്രീകുട്ടി മോളെ മോളെ അമ്മയെ വിളിക്കുന്നേ, ഒന്ന് സംസാരിക്കേ മോളെ. മോളൊന്ന് സംസാരിക്കും മോളെ. ശ്രീകുട്ടി മോക്ക് എന്താ പറ്റിയേ? മോളെ മുത്തശ്ശിയോട് എന്തെങ്കിലും പറ. അങ്കിള് പിണങ്ങിപ്പോയി. എനിക്ക് അങ്കിളിനെ വിളിക്കണം. കണ്ടോ, നീയാ ഇതിലെല്ലാം കാരണം. പാവോ, ഈ കുഞ്ഞിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ നിറച്ചു. നീയാ ഇതെല്ലാം ചെയ്തത്. മോളെ മര്യാദയ്ക്ക് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കൊച്ച നീ ഇതിനെ കൂടി ഇല്ലാതാക്കി. ഇനി ഈ കുഞ്ഞിന്റെ വിഷമം കൂടി കാണേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. വെറുതെ ഇരുന്ന് പൂങ്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമില്ല. വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു, ഇതല്ല ഇതിനപ്പുറവും വരുമെന്ന്. മോള് വിഷമിക്കല്ലേ. മോക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. എനിക്കിപ്പോ തലചുറ്റലൊന്നുമില്ല. എനിക്കൊന്ന് അരുണെങ്കിലിനെ വിളിച്ചാ മതി. കുറച്ചു മുമ്പല്ലേ മോൾ അങ്കിളിനെ കണ്ടത്. മോള് മിണ്ടാതെ കിടക്ക്. ഇനിയിപ്പൊ ആരെയും വിളിക്കാൻ നിക്കണ്ട. അരുണെങ്കിൾ എന്നോട് പിണങ്ങിയ പോയെ. അങ്കിളിനെ വിളിക്കണം. അരുണങ്കിൾ. ഇത് അസുഖമൊന്നുമല്ല, നിർബന്ധ ബുദ്ധിയാ. നീ പഠിപ്പിച്ചതാ, അതാ ഇങ്ങനെ. ഇനി ആരെ കാണാനും വിളിക്കാനും ഒന്നും നിക്കണ്ട. കുറച്ചുനാള് തമ്മി കാണാതിരിക്കുമ്പോ ഈ വിഷമമൊക്കെ താനെ മറന്നോളും. അത് മതി. മോളെ, എന്റെ മോക്ക് മുത്തശ്ശി പാൽപ്പായസം ഉണ്ടാക്കി തരാൻ കേട്ടോ. വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് അരുണെങ്കിലിനെ വിളിച്ചാ മതി. അനുഭവിക്ക, വച്ചനുഭവിക്ക. എല്ലാം വരുത്തി വച്ചതല്ലേ. അമ്മേ, ആര് വഴക്ക് പറഞ്ഞാലും ഞാൻ അരുണെങ്കിലിനെ വിളിക്കും. എന്നോട് പിണങ്ങി അങ്കിള് പോയതല്ലേ? അല്ല മോളെ. പിന്നെ അമ്മയോടാ? എന്നോടൊരു പിണക്കവുമില്ല. പിന്നെ മുത്തശ്ശി അരുണെങ്കിലിനെ വഴക്ക് പറഞ്ഞോ? അത് അവരെന്തോ സംസാരിക്കുന്ന കേട്ടു. എന്നാ മുത്തശ്ശിയോട് ഞാൻ മിണ്ടൂല. അയ്യോ മോളെ, അതൊന്നും വേണ്ട. മുത്തശ്ശി പാവല്ലേ. ശരിയാ, എന്നാലും അരുണെങ്കിലിനെ വഴക്ക് പറഞ്ഞില്ലേ? അതൊന്നും സാരല്ല മോളെ. അങ്കിളിനെക്കാളും മൂത്ത ആളല്ലേ മുത്തശ്ശി, അതുകൊണ്ട് സാരമില്ല. എന്നാ അമ്മ ഫോൺ വിളിച്ച് അരുണെങ്കിലിനെ വിളിച്ചേ. എന്നോട് പിണക്കമാണോന്ന് അറിയാനാ. ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ മോളെ. നീ വെറുതെ ഇരിക്കെ. ഇനിയും കേട്ട് വന്നാലേ മോളുടെ മുത്തശ്ശി എന്നെയാ വഴക്ക് പറയുന്നേ. മോള് കുറച്ചേരം കിടക്ക. ഉറങ്ങി ഉണരുമ്പോ എല്ലാ അസുഖവും പോകും കേട്ടോ. കിടക്ക മോളെ. പിണക്ക. ഈശ്വര, ഓരോ ദിവസം ചെല്ലും തോറും മോളുടെ നിർബന്ധം കൂടി വരിക. ഞാൻ ഇനി എന്താ ചെയ്യാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.